ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പോൾ ഇതാ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ദിവസം എന്ന് പറയുന്നത് കുറച്ചധികം കാര്യങ്ങൾ ചെയ്തു വെക്കാൻ കേട്ടോ. എനിക്ക് മാത്രമല്ല, ഇന്നിവിടെ ചെറിയ ചെറിയ പണികളൊക്കെ നടക്കുന്ന ദിവസമാണ്. അപ്പോൾ മാമൻ ഇപ്പോൾ വരും. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പോൾ ആ ഒരു പരിപാടി പണിയൊക്കെ നടക്കുന്ന ദിവസമാണെന്ന്. അല്ലറ ചില്ലറ വലിയ പരിപാടികളൊന്നുമല്ല. നമ്മുടെ സീലിംഗ് ചിലപ്പം അതിൻ്റെ മേലെ വൃത്തിയാക്കാനുണ്ട്. അത് ചെയ്യുമില്ലെങ്കിൽ ചിലപ്പോൾ അത് പൊളിക്കും. പറയാൻ പറ്റില്ല എങ്ങനെയാണെന്നുള്ളത് നോക്കിയിട്ടേ ചെയ്യുള്ളൂ. പിന്നെ അതിൻ്റെ ഇടയിൽ കുറേ പട്ടികയില്ലേ, നമ്മളെ വീടിൻ്റെ അയൽവാസീൻ്റെ ഇതുണ്ട്, വലിയൊരു തേക്കുണ്ട്. തേക്കിൻ്റെ കൊമ്പ് കുറേ കാലം മുന്നേ വീണ കേട്ടോ. രണ്ട് മൂന്ന് കൊല്ലമൊന്നുമല്ല, എൻ്റെ മോനെ ഒരു വയസ്സാവണതിൻ്റെ മുന്നേ എങ്ങാനും വീണമെന്ന് തോന്നുന്നു. വലിയ കൊമ്പ് കാറ്റത്ത് പൊട്ടിയിട്ട് നമ്മളെ വീടിൻ്റെ മേലേക്ക് എന്ന് വീണ്. അത് വീണ സമയത്ത് നന്നാക്കാനൊന്നും പറ്റിയില്ലായിരുന്നു. വെറുതെ ജസ്റ്റ് ഇങ്ങനെ പട്ടിക്ക് വെച്ച് സെറ്റാക്കി വെച്ചത്. പക്ഷെ ഇപ്പോൾ തീരെ താങ്ങുന്നില്ല. അപ്പോൾ അത് എന്താന്നൊക്കെ നോക്കണം. പട്ടി കണ്ടോ ഓടെ എങ്ങനെയാണ് നിൽക്കുന്നത്, ഈ വരുന്ന മഴ നമുക്ക് താങ്ങാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നൊക്കെ അറിയണമെങ്കിൽ അത് നോക്കണം. അപ്പോൾ സീലിംഗ് പൊളിക്കുമോ എന്നല്ല അറിയില്ല, പൊളിച്ചാലേ കാണുള്ളല്ലോ. അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അതാണ് സംഭവം. അവരൊന്നും ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ, ഹെൽപ്പൊന്നും ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മളെ വീടിൻ്റെ മേലെ മൊത്തം നമ്മൾ ഷീറ്റ് കൊണ്ട് കവർ ചെയ്തിട്ടുള്ളത്. ഓടാണ്, ഷീറ്റ് കൊണ്ട് കവർ ചെയ്ത്. ഓക്കെ, അത് അടക്കട്ടെ. അപ്പോൾ നമുക്ക് ചിലപ്പോൾ സീലിംഗ് പൊളിക്കും. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ നാളെയും ചിലപ്പോൾ പണി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. നമ്മൾ ബാത്റൂമില്ലേ, ബാത്റൂം ഒക്കെ ഒന്ന് നന്നാക്കാനൊക്കെ ഉണ്ട്. ഫുള്ളിങ്ങനെ ചെറുതായിട്ട് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു സൈഡ്. അപ്പോൾ അവിടെ പൊട്ടിയിട്ട് പിന്നെ മണ്ണൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വന്നിട്ട് അങ്ങനെ കുറച്ച് പ്രശ്നം. അപ്പോൾ അതൊന്ന് നന്നാക്കാനുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു പരിപാടികൾ, വർക്കുകളൊക്കെയാണ് കേട്ടോ. ഇന്നത്തെ വീഡിയോയിൽ തന്നെ നാളത്തെ കൂടി ഉൾപ്പെടുത്താൻ പറ്റുമോ എന്താ ഞാൻ നോക്കട്ടെ കേട്ടോ. എന്നിട്ട് നോക്കാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ ഗൈസ്, അപ്പോൾ ഇതാ മാമൻ വന്നിട്ടുണ്ട്. അപ്പോൾ അച്ഛനും മാമനും കൂടെ ആദ്യം തന്നെ ചെയ്യുന്നത് നമ്മുടെ റൂമിൻ്റെ മേലെയുള്ള ആ ഒരു സീലിംഗില്ല, അത് മൊത്തം ഇങ്ങനെ പൊളിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് മൊത്തത്തിൽ പൊളിച്ചെടുത്തിട്ട് എന്തെങ്കിലും ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമോ എന്നുള്ളതും കൂടി നോക്കണം കേട്ടോ. അത് പൊളിച്ചെടുത്തിട്ടേ വീണ്ടും അവിടെ തന്നെ അതേപോലെ നല്ല രീതിക്ക് സെറ്റാക്കാൻ പറ്റുമോ എന്ന് നോക്കണം. എന്താണെന്നുള്ളത് നമുക്ക് അറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ ഏതായാലും അത് മൊത്തം ഒന്ന് പൊളിച്ചെടുക്കാം കേട്ടോ. അത് പൊളിച്ചെടുക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്ത് ഒരുപാട് എന്താ പറയുക, മാറാലയും അങ്ങനെയൊക്കെ വന്ന് കിടന്നിട്ടേ അത് മൊത്തം ഇങ്ങനെ താഴേക്ക് നന്നായിട്ട് തന്നെ വീഴുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഒരുപാട് സൗകര്യം ഇല്ലാത്തത് കാരണം അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ കുറേശ്ശൊക്കെ മാമ അങ്ങനെ പൊളിച്ചെടുക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി ചായ കുടിച്ചിട്ടുണ്ട്, എടുത്തിട്ട് ദോശയും കറിയുവാണേ. അപ്പോൾ ഞാനല്ലേ അപ്പോൾ അടുക്കളയിൽ ഇരുന്നിട്ടാണ് കേട്ടോ ചായ കുടിക്കുന്നത് കേട്ടോ. നിലത്ത് ദോശ. ഇവിടെ നമ്മളെ സീലിങ്ങൊക്കെ അല്ലേ, സീലിങ്ങൊക്കെ പൊളിഞ്ഞുണ്ടല്ലോ, നമ്മൾ വീഡിയോയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പം അത് അഴിക്കാൻ വേണ്ടി ശ്രുതിമാമ വന്നിട്ടുണ്ട് കേട്ടോ. ശ്രുതിമാ എന്ന് പറയുമ്പോൾ ശ്രുതിൻ്റെ മാമൻ, എൻ്റെ മാമൻ. അപ്പോൾ ഞങ്ങളതിൻ്റെ പണിയിലാണ് ഗൈസ്. എന്താ, ഞാൻ ചായ കുടിക്കട്ടെ. ചായ കുടിച്ചിട്ട് ഞാൻ പോട്ടെ കേട്ടോ. അപ്പോൾ സീലിങ്ങൊക്കെ പൊളിച്ച് കഴിഞ്ഞപ്പോൾ ഇതാ കണ്ടോ അവസ്ഥ എങ്ങനെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു ഫുൾ മാരാലയൊക്കെ താഴെ വീണെടുക്കേണ്ടിയിരുന്നു എന്ന്. അപ്പോൾ ഓരോ ഭാഗത്തെ സീലിംഗ് ഇങ്ങനെ പൊളിച്ചിട്ട് അത് മൊത്തം ക്ലീൻ ആക്കണം. പിന്നെ അത് മാത്രമല്ല, മേലെ കുറച്ച് പട്ടിക പൊട്ടിയിട്ടുണ്ട്, ഓട് ഇല്ലാത്ത കുറച്ച് ഏരിയാസ് ഉണ്ട്. അപ്പോൾ അവിടെ ജസ്റ്റ് ഒന്ന് പട്ടികേൻ്റെ പീസ് വെച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യണം. നമുക്കിത് ഫ്രെയിം, അതായത് ഈ പട്ടിക ഓടിൻ്റെ ഈ സംഭവം കമ്പി ആക്കുമല്ലോ, അങ്ങനെ ആക്കണം എന്നൊരു പ്ലാനിങ് ഒക്കെ ഉണ്ട്. സക്സസ് ആവുമെന്നൊന്നും അറിയില്ല. എന്തായാലും തൽക്കാലത്തേക്ക് ഇവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങളിങ്ങനെ എല്ലാ ജോലിയും ഇങ്ങനെ ചെയ്യാണ്. കണ്ടോ, ഇത്രയും നമ്മുടെ കട്ടിലിൻ്റെ മേലെ മൊത്തം ഇങ്ങനെ വീണെടുക്കുന്നുണ്ട് കേട്ടോ. കണ്ടോ, ഇതാണ് റൂമെന്ന് പറയുന്നത്. അപ്പം മേലെ ഭാഗം ഇങ്ങനെയാണ് ഇരിക്കുക. ആ നീല കളറ് കണ്ടോ, അതവിടെ ഓട് പോയതാണ്. നമ്മൾ മേലെ ഷീറ്റ് ഇട്ടതാണ് കേട്ടോ. ഈ തേക്കിൻ്റെ വലിയ പീസ് മഴയത്ത് വീണിട്ടേ ഓടും പട്ടികയൊക്കെ അങ്ങനെ പോയതാണ്. ഓക്കെ, നമ്മളതല്ല, അയൽവാസീൻ്റെത് വീണതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ ഷീറ്റൊക്കെ ഇട്ട് സെറ്റാക്കിയതാണ്. അപ്പം ഇനിയിപ്പോൾ
സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇങ്ങനെ വെച്ചതാണ്. ഇതിനിപ്പോൾ എല്ലാവിടെ മുതലാണ് നമ്മൾ പെയിന്റ് അടിച്ചത്. കള്ളപ്പണി ചെയ്തതാണ്. കാരണം ഉണ്ടായിരുന്നേ, അപ്പം മേലത്തെ പറ്റൂലല്ലോ. അപ്പം അത് പൊളിച്ച് എല്ലാമേ പൊളിച്ച്. അവിടെ മുതലാണ് നമ്മൾ പെയിന്റ് അടിച്ചത് ഗൈസ്. അത്രയല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഇത് അച്ഛനും സുധിമാമനും കൂടി ഫുൾ സെറ്റ് ആക്കണുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ റൂമിലുള്ളതും അതേപോലെ തന്നെ നമ്മൾ ചായ കഴിക്കുന്നില്ലേ അവിടെ ഉള്ളതും കംപ്ലീറ്റ് ആയിട്ട് പൊളിച്ചു കേട്ടോ. ഞാൻ നിങ്ങൾക്ക് സാധനം കാണിച്ചു തരട്ടെ ഗൈസ്. പണ്ട് ഞാൻ സ്കൂളിൽ പോകുമ്പോൾ പരീക്ഷ എഴുതാൻ വേണ്ടി കൊണ്ടുപോയ ബോർഡ്, പണ്ടത്തെ ബോർഡ് കേട്ടോ കേട്ടോ. മേലെ ഇതൊക്കെ പെയിന്റ് അടിച്ച് പഠിക്കുന്നതിന് മുമ്പ് എന്തൊക്കെ എഴുതി വെച്ചിട്ടല്ലോ. എന്റെ ബോർഡ് പരീക്ഷയ്ക്ക് ഞങ്ങളുടെ ബോർഡ് ഒഴിവാക്കൂല ഗൈസ്, ഞാൻ എടുത്തു വെക്കും. എത്ര കൊല്ലത്തെ പഴക്കം, ഇത്ര കൊല്ലത്തെ പഴക്കേതാ. നിനക്ക് തരുന്നു, നീ പരീക്ഷ എഴുതിക്കും. ഗൈസ്, സുജിമാവൻ അവിടെ പട്ടിക്ക് കട്ട് ചെയ്യാം. അപ്പം അതുവരെ നമ്മൾ കിടന്നുറങ്ങിയാലോ. കുറച്ചേരം കിടന്നുറങ്ങിയിട്ടൊക്കെ വരാം ഗൈസ്. അങ്ങനെ പട്ടികൊക്കെ കട്ട് ചെയ്ത് സുധിമാവൻ്റെ പണിയൊക്കെ സുധിമാവ് അടിപൊളിയായിട്ട് ചെയ്തിട്ടാണ്. പിന്നെ ഫുള്ളായിട്ടൊന്ന് അടിച്ച് വാരി സെറ്റ് ചെയ്ത് മൊത്തത്തിലൊന്ന് അടിച്ച് കഴുകി തുടച്ച് വൃത്തിയൊക്കെയാണ് കേട്ടോ. അറിയാലോ, മുകളിലെ സീലിങ്ങിലുള്ള പൊടികൾ അപ്പാടി മൊത്തം നിലത്തായിരുന്നു. അപ്പോൾ എല്ലാ ഭാഗവും അടിച്ച് വൃത്തിയാക്കി സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ വൃത്തിയാക്കിയതിനോണ്ട് തന്നെ എല്ലാ ഭാഗത്തും മണ്ണും പൊടിയൊക്കെ എത്തിയിട്ട് നിങ്ങൾ കണ്ടല്ലോ നമ്മളെ കട്ടിലിൻ്റെ മേലെയൊക്കെ, അതൊക്കെ നല്ലോണം വൃത്തിയാക്കി. അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു വീഡിയോ എടുക്കാണ്ടായിരുന്നു. ഫേസിൽ എന്താ പറയുക, നമ്മുടെ വൈറ്റ് ഹെഡ്സൊക്കെ പോകാൻ വേണ്ടിയിട്ടൊരു സാധനം ഉണ്ടാക്കിയത്, അതിൻ്റേതാണ് കേട്ടോ. ആക്ച്വലി അത് ചെയ്ത് കഴിഞ്ഞാൽ പാത്രം കഴുകാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ച് വെച്ചതാണ് കേട്ടോ. അതിൻ്റെ വീഡിയോ നിങ്ങൾ ചിലപ്പോൾ നമ്മുടെ മെയിൻ ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് പോയി നോക്കുക കേട്ടോ. നമ്മുടെ മെയിൻ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഈ സ്ക്രീനിൽ തന്നെ മെൻഷൻ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ഏതെങ്കിലും ഒരു വീഡിയോൻ്റെ ലിങ്ക് കൊടുക്കാം കേട്ടോ. നിങ്ങളതൊന്ന് കയറി കണ്ടു നോക്കുക. ഓക്കെ, നല്ല അടിപൊളി വീഡിയോ ആണ്. നമുക്ക് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നൊരു സാധനമാണ് കേട്ടോ. വൈറ്റ് ഹെഡ്സ്, ബ്ലാക്ക് ഹെഡ്സ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ മാറുന്നതാണ്. എന്താണെന്നറിയോ, ഇതാണ് നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുള്ള നമ്മുടെ ഒരു ഐറ്റം. ഇത് ഞാനിപ്പോൾ ജസ്റ്റ് ഉണ്ടാക്കി നോക്കിയപ്പോൾ ജസ്റ്റ് ഒന്ന് പാളി പോയി, എന്നാലും കുഴപ്പമില്ല. ഞാനത് സെറ്റാക്കിയത് ഇപ്പോൾ ഏകദേശം ഐഡിയ ഇട്ടിട്ട് എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ള കാര്യത്തിൽ. അപ്പം ഞാൻ ഉണ്ടാക്കി ജസ്റ്റ് അപ്ലൈ ചെയ്ത് നോക്കിയതാണ്. ഇപ്പോൾ സെറ്റായിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ള നമുക്ക് അറിയില്ലല്ലോ. അല്ലാതെ ഞാൻ ഇതിൽ വിചാരിക്കുന്നത് പോലെ കലത്തിൻ്റെ അകത്ത് കക്കാൻ വേണ്ടി പോയിട്ട് ആയതല്ല കേട്ടോ ഈ സംഭവം. അപ്പോൾ നമുക്കിത് സെറ്റായിട്ടിൻ്റെ റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ ഫസ്റ്റ് ചാനലിലേക്കുള്ള വീഡിയോ ഒരു കോണ്ടന്റ് പ്രിപ്പറേഷൻ ആണ് മക്കളെ എൻ്റെ ഈ മൂക്കുമ്മൽ കിടക്കുന്നത്. ഓക്കെ, അത് നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് ചാനലിലാണ് ഇത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ വീഡിയോ ഇടാട്ടോ. അതൊക്കെ പരീക്ഷണമാണ് ഗൈസ്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ഡെയിലി വീട്ടിൽ ഓരോ കാര്യങ്ങൾ ചെയ്ത് നോക്കുക കേട്ടോ. സക്സസ് ആയിട്ടുണ്ടെങ്കിൽ എനിക്ക് കുറച്ചെങ്കിലും റിസൾട്ട് കിട്ടി എന്ന് തോന്നുന്ന സാധനങ്ങൾ മാത്രമേ നമ്മുടെ മെയിൻ ചാനലിൽ ഞാൻ വീഡിയോ ആയിട്ട് അപ്ലോഡ് ചെയ്യാറുള്ളൂ ഗൈസ്. നിങ്ങൾക്ക് അറിയാമോ, അപ്ലോഡ് ചെയ്യാറുള്ളൂ. അപ്പം ഇതൊന്ന് ഉണങ്ങാട്ടെ കേട്ടോ, എനിക്ക് കുറച്ച് പണിയുണ്ട്. ഓക്കെ ഗൈസ്, ചെറുതായിട്ടൊന്ന് പരിപാടി പാളിപ്പോയി. ഞാൻ എൻ്റെ മൂക്കിൻ്റെ മുകളിൽ ഒട്ടിച്ച സാധനമില്ലേ, കൊറിയർ ചേട്ടൻ വീട്ടിലെത്തി എന്നെ കാണാൻ തിരഞ്ഞു വന്ന് അവർ വന്ന് വിളിച്ചപ്പോൾ ഞാനത് പറിച്ചെടുത്ത് ഗൈസ്. സംഭവം പറിച്ചെടുക്കുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. ബാക്കി ഞാൻ പറയൂല, മറ്റേ വീഡിയോയിൽ പറയാം കേട്ടോ. ഗൈസ്, ഒരു സാധനം അത് മക്കളെ, ഒരു സാധനം പത്ത് മക്കളെ. അത് പൊളിക്കട്ടെ കേട്ടോ. പൊളിക്കുമ്പോൾ ജസ്റ്റ് എനിക്കൊരു വീഡിയോ എടുക്കണം. കാരണം അത്യാവശ്യം കുറച്ച് വിലയുള്ള സാധനമാണ് കേട്ടോ. അപ്പം ഞാൻ ഇതൊന്ന് പൊളിക്കട്ടെ. അപ്പം എനിക്ക് വീഡിയോ എടുക്കണം കേട്ടോ. ഇനി എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഞാൻ അപ്പം തന്നെ ഞാൻ റിട്ടേൺ അടിച്ചിരിക്കും. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യമായിട്ടാണ് ഇത്രയും കുറച്ച് മണി സ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ
അതിൻ്റെ ഒരു ടെൻഷനുണ്ട് ഗൈസ്. ഞാനത് ഓപ്പൺ ചെയ്ത് നോക്കട്ടെ കേട്ടോ. എന്തൊക്കെ സൗണ്ടൊക്കെ കേൾക്കണ്ട എനിക്ക് അറിയോടെ അതല്ല, ഞാൻ നോക്കട്ടെ. ഓക്കെ ഗൈസ്, നോക്കട്ടെ കേട്ടോ ഗൈസ്. ഗൈസ് ഞാനിത് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോകട്ടോ. എനിക്ക് കത്തി വെച്ചിട്ടാണ് ഞാൻ ഓപ്പൺ ആക്കുന്നത് കേട്ടോ. മൈ ഗോഡ്, ഇതിവിടെ പൊട്ടിയിട്ടൊക്കെ ഉണ്ടല്ലോ. ഇതിൻ്റെ ഉള്ളിലുള്ള സാധനം ഇനി നുറുങ്ങിപ്പോയിട്ടൊന്നും ഇല്ലേക്കില്ല, എനിക്ക് പേടിയാണ് എപ്പോഴും ഇങ്ങനത്തെ. ഇതെന്താ വെച്ചിട്ടുണ്ടെങ്കിലേ ഇത് കുറച്ചുകൂടി പൈസേൻ്റെതായതുകൊണ്ട് എനിക്കൊരു പേടി. കണ്ടോ, പൊട്ടിയുണ്ട്. ഇങ്ങനെ എനിക്കിതാരും വീഡിയോ എടുത്ത് തരാനില്ല ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് തൽക്കാലം ഇപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ചിട്ട് ഇതാക്കാം. എന്താ പറയുക, എൻ്റെ കയ്യിലുള്ള സെൽഫി സ്റ്റിക്കിൻ്റെ ആ സംഭവത്തിൻ്റെ കാലൊടിഞ്ഞു പോയി. അപ്പോൾ അത് കാരണം അത് സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കില്ല. ജസ്റ്റ് അങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാനേ പറ്റുള്ളൂ, സ്റ്റാൻഡ് ഇങ്ങനെ നിൽക്കില്ല കേട്ടോ. അപ്പോൾ അത് കാരണം കുറച്ച് റിസ്ക്കാണ്. എവിടെയെങ്കിലുമൊക്കെ ചാരിയൊക്കെ വെച്ചിട്ടൊക്കെ വേണം നമുക്ക് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഏതായാലും ഇത് ജസ്റ്റ് അൺബോക്സ് ചെയ്യാം. ഞാൻ വളരെയധികം ആഗ്രഹിച്ച് ഒരു വൺ ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ള രീതിയിലാണ് കേട്ടോ ഇത് ഞാൻ വാങ്ങിയിട്ടുള്ളത്. കണ്ടില്ലേ എന്താണെന്നുള്ളത്? ഇതൊരു ലൈറ്റാണ്, കണ്ടോ. നല്ല ഒരു അടിപൊളി 3 ലൈറ്റ് സെറ്റിങ്സിൽ വരുന്ന ഒരു ലൈറ്റാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. LED ആണ് ഇത്. നമുക്ക് ആ ഫോട്ടോയിൽ കാണിച്ചതുപോലെ തന്നെ 2-3 ടൈപ്പിലേക്ക് ആ ഒരു ലൈറ്റിൻ്റെ ഇത് കുറയ്ക്കാനും കൂട്ടാനൊക്കെ പറ്റും. പിന്നെ ഇതേപോലെ ലൈറ്റ് മാത്രമല്ല, നമ്മുടെ ഈ ഒരു ട്രൈപോഡില്ലേ, അതേപോലെ ട്രൈപോഡ് സ്റ്റാൻഡ് പോലെ വരുന്ന ഒരു സ്റ്റാൻഡും കൂടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ അകത്ത്. നല്ല ക്വാളിറ്റി ഉള്ള സാധനം തന്നെയാണ്. നല്ല ഹൈറ്റിൽ നമുക്കത് ഉയർത്താൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പോൾ ഏതായാലും നമുക്ക് ഇതേപോലെ നോക്കാം. ഇത് വന്നിട്ടുള്ളത് അതിൻ്റെ ഹോൾഡറാണ് കേട്ടോ. നമുക്ക് മൊബൈൽ ഫോണ് ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന സാധനമാണ് കേട്ടോ. 2 ടൈപ്പിൽ വരുന്നുണ്ട്. അതായത് തിരിക്കാനും മറിക്കാനും ഒക്കെ പറ്റും. എങ്ങനെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന രീതിയിലാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. കണ്ടോ, നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. സെൽഫി സ്റ്റിക്ക് വേണമെന്നില്ല, ലൈറ്റിൻ്റേത് ഊരി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിത് സെൽഫി സ്റ്റിക്കായിട്ട് ഈ ഒരു ട്രൈപോഡിൻ്റെ സ്റ്റാൻഡ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. പക്ഷേ എന്താ വെച്ചാൽ ലൈറ്റ് അന്നേരം സെറ്റ് ആവാൻ പറ്റില്ല എന്നേ ഉള്ളൂ. എന്തായാലും നമുക്കിതിൻ്റെ പരിപാടികളൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ നോക്കണം. ഇതിൻ്റെ ഉള്ളൊരു യൂസർ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ബോക്സ് ആയിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഇതേപോലെയാണ് ഇതിൻ്റെ ലൈറ്റ് വരുന്നത്. കണ്ടോ, നല്ല വൈറ്റ് കളറിൽ അത്യാവശ്യം വലിയ ഒരു ലൈറ്റ് തന്നെയാണ് വരുന്നത്. ഇത് എന്താ പറയുക, ഞാൻ ആമസോണിൽ നിന്നാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത്. എൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുക്കണമെന്ന് വെച്ചാൽ കൊടുക്കണമെങ്കിൽ ഞാൻ കൊടുക്കാം. പക്ഷേ നമ്മുടെ മെയിൻ ചാനലിൽ ഞാൻ 2-3 ദിവസം മുന്നേ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്ന ട്രൈപോഡ്സ്, അതേപോലെ സ്റ്റാൻഡ്, അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് മെയിൻ ചാനലിൽ. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കയറി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. ഞാൻ അതിൽ കൊടുക്കാം അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇങ്ങനെ ഒരു USB ഒരു സംഭവം വരുന്നുണ്ട് കേട്ടോ. നമുക്ക് ലാപ്ടോപ്പിലൊക്കെ കണക്ട് ചെയ്തിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്ന ഒരു സെറ്റപ്പിലും കൂടിയാണ് ഈ ഒരു സാധനം വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ എങ്ങനെയാണ് വീഡിയോ എടുക്കുന്നത് എനിക്കറിയാം. എൻ്റെ കാലിൻ്റെ ഇടയിൽ മറ്റേ അവിടെ ഈ സെൽഫി സ്റ്റിക്ക് ഉണ്ടല്ലോ, അതിങ്ങനെ പിടിച്ച് വെച്ചിട്ട് കാലുകൊണ്ട് ഇറുക്കി പിടിച്ചിട്ടൊക്കെയാണ് ജസ്റ്റ് ഞാൻ വീഡിയോ എടുക്കുന്നത്. എന്താല്ലേ. ഓക്കെ, അപ്പോൾ എന്തായാലും ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. ഇതേപോലെ USB വരുന്നുണ്ട്. പിന്നെ അതിൻ്റെ മേലൊരു സ്വിച്ച് കണ്ടോ, ആ സ്വിച്ചിൽ നമുക്ക് ലൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ പറ്റും. പിന്നെ ഇതേപോലൊരു റൗണ്ടായിട്ടുള്ളൊരു സാധനം വരുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ആ ഒരു മൊബൈലിൻ്റെ ഹോൾഡർ ഇല്ലേ, അത് കണക്ട് ചെയ്ത് വെക്കാനുള്ളതാണ്. ഫോണ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സ്റ്റാൻഡും കൂടി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇത് നല്ല ക്വാളിറ്റി ഉള്ളതാണ്, അല്ല ലോക്കലായിട്ട് അങ്ങനെയല്ല, അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സ്റ്റാൻഡ് തന്നെയാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള സെൽഫി സ്റ്റിക്ക് എന്ന് പറയുന്നത് ആക്ച്വലി അതിങ്ങനെ സ്റ്റാൻഡ് പോലെ അല്ലല്ലോ, നോർമലായിട്ടൊരു സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നതല്ലേ, അത് ഗ്ലാസിൻ്റെ അകത്തൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ ആയിരുന്നു ഫസ്റ്റൊക്കെ വീഡിയോ ഞാനിതാ ഇവിടെ കിടക്കുന്നു. എൻ്റെ ലൈറ്റിൻ്റേത് ഇതാ ഇവിടെ കിടക്കുന്നു. ഇതിനെക്കാട്ടി എത്രയോ ഇരട്ടി വലുപ്പമുണ്ട് കേട്ടോ അതിൻ്റെ സ്റ്റാൻഡിൽ. ഞാൻ നിലത്താണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഓക്കെ,
അപ്പം ഞാൻ ഇതിൻ്റെ മുകളിൽ ലൈറ്റൊക്കെ എങ്ങനെ സെറ്റ് ചെയ്യേണ്ടത് നമുക്കൊന്ന് പഠിക്കട്ടെ കേട്ടോ. അപ്പം ഞാൻ ലാപ്ടോപ്പിൻ്റെ മേലെ ആ USB കേബിളിലെ കണക്ട് ചെയ്തിട്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ലൈറ്റ് കത്തുന്നുണ്ട് കേട്ടോ. ഇത് കണ്ടോ, ഞാൻ ഇത് ഓണാക്കാൻ വേണ്ടി പോവാണേ. നമുക്ക് എങ്ങനെ ഇട്ട് ഭഗവാനെ. Oh my god. ക്ലിയറാ. ഓ ഇത് മാറ്റാ, കളറ് കൂട്ടാം. ഓ സൂപ്പർ. കണ്ടോ സെറ്റപ്പ്. വയ്യ ഞാനാരായി പോയി. ഓ ഇപ്പൊ ബാക്കിൽ മറ്റേ ആ സംഭവം ഒന്നും വരില്ലല്ലോ, ആ വര. സെറ്റായി ഗൈസ്, സെറ്റായി. അപ്പോൾ ലാപ്ടോപ്പിൽ ഞാൻ കണക്ട് ചെയ്തിട്ട് കേട്ടോ. അങ്ങനെ തന്നെയാണ്, കാരണം നോർമൽ എൻ്റെ അടുത്ത് റിംഗ് ലൈറ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ അങ്ങനെ കേട്ടോ ചെയ്യൽ. ഇത് അടിപൊളി സെറ്റ്. ഇതിൻ്റെ ലൈറ്റ് ഉള്ളത് ഈ ഒരു മഞ്ഞ കളർ വരുന്നത് കുറയ്ക്കട്ടോ. കണ്ടോ, കുറച്ച് ലൈറ്റിൻ്റെ വെളിച്ചം കുറഞ്ഞപ്പോൾ കണ്ടോ ആ വര വരുന്നത് പോവുക കേട്ടോ. സെറ്റ് ഭഗവാനെ, സെറ്റ്. ഇതിൻ്റെ 1 ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് എന്തായാലും വേണമെന്ന് ഓർത്തിട്ടാണ് കേട്ടോ അപ്പം ഞാൻ ഈ സംഭവം വാങ്ങിയിട്ടുള്ളത്. എൻ്റെ ലൈറ്റ് സെറ്റപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക ഇന്നത്തെ എൻ്റെ സാഹചര്യം വെച്ചിട്ട് എനിക്ക് പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോൾ ഞാൻ ഈ വയറിൻ്റെ മേലെ നമ്മളെ ഫസ്റ്റ് വീഡിയോ ഇല്ലേ, അതൊന്ന് ജസ്റ്റ് പോയി നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാൻ വേണ്ടി പറ്റും കേട്ടോ. ഒരു വയറിൻ്റെ മേലെ ഒരു LED ബൾബ് സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഞാൻ വീഡിയോ എടുക്കൽ. അപ്പോൾ അത് കത്തിപ്പോയി ഗൈസ്. അപ്പോൾ അതിനോട് 2-3 ദിവസമായിട്ട് ഞാൻ വീഡിയോ ചെയ്യാറില്ല. അപ്പോൾ ഇത് തിങ്കളാഴ്ച വരുന്നതാണ് കണ്ടത്, പക്ഷേ ഇന്ന് വന്നു. എന്തായാലും എനിക്കിത് ഇഷ്ടമായി കേട്ടോ. ഇത് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ എത്ര വേണമെങ്കിൽ പൊക്കാലോ. നിങ്ങൾ കണ്ടില്ലേ, ഞാനിതിൻ്റെ പകുതി കാൽ ഭാഗമേ ഉണ്ട്, അതിൻ്റെ അത്രയും മേലെ വരെ ഇതിൻ്റെ വലിപ്പമുണ്ട് കേട്ടോ. ഇതിൻ്റെ വലിപ്പം അറിയണമെങ്കിൽ ഞാൻ കട്ടിലിൻ്റെ മേലെ ഒന്ന് സെറ്റാക്കി കാണിച്ചു തരാം കേട്ടോ. അതായത് ഇങ്ങനെ കിടത്തി കാണിച്ചു തരാം, അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് എത്ര വലിപ്പം ഉണ്ട് എന്നുള്ളത്. അല്ലെങ്കിൽ ഞാൻ നിൽക്കണം, ഞാൻ നിൽക്കുമ്പോൾ വേറെ ആരെയും വീഡിയോ എടുത്തു തരണം. എനിക്ക് അങ്ങനെ ആരും വീഡിയോ എടുത്തു തരാറില്ല കഴിച്ചു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ചും മറിച്ചൊക്കെ കാണിച്ചിട്ട് വീഡിയോ എടുത്തു കേട്ടോ. എന്തെങ്കിലും എനിക്ക് ഇത് ഭയങ്കര ഇഷ്ടമായി. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇതിൻ്റെ മേലെ ഇത് എങ്ങനെ സെറ്റ് ചെയ്യണം, അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും യൂസർ മാനുവൽ ഇല്ലേ, അങ്ങനത്തെ സംഭവം ഒന്നും കൊടുത്തില്ല കേട്ടോ പാക്കിൻ്റെ അത്. ആ ഒരു ഇത് മാത്രമേ ഉള്ളൂ, അല്ലാതെ എനിക്ക് സംഭവം ഇഷ്ടമായി കേട്ടോ. പിന്നെ അതിനകത്ത് വേറെ നമുക്ക് ഈ ഒരു സെൽഫി സ്റ്റിക്ക് വേണമെങ്കിൽ നമുക്ക് ഇതാക്കാം, പക്ഷേ സെൽഫി സ്റ്റിക്കായിട്ട് ഉപയോഗിക്കാം, ട്രൈപോഡായിട്ട് യൂസ് ചെയ്യാമെന്നാണ് കേട്ടോ ഞാൻ പറഞ്ഞത്. ഉദ്ദേശിച്ചത് ട്രൈപോഡായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. ട്രൈപോഡിൻ്റെ സാധനവും തന്നിട്ടുണ്ട്, കണ്ടോ സാധനം തന്നിട്ടുണ്ട്. ഇതെന്താ സാധനം എന്ന് മാത്രം മനസ്സിലായില്ല. ഇത് എനിക്ക് തോന്നുന്നു അതിൻ്റെ അകത്ത് കണക്ട് ചെയ്തിട്ട് എന്തോ ചെയ്യുന്ന ആയിരിക്കല്ലോ എന്തായാലും. ഓക്കെ, അപ്പോൾ നമുക്കിടെ ഗൈസ് ഈ ലൈറ്റിനെ വെളിച്ചത്തിലാണ് ഈ വീഡിയോ എടുത്ത് പൊളിക്കാം ഗൈസ്. ഞാൻ അവരെ വിളിച്ചത് കാണിച്ചു കൊടുക്കട്ടെ കേട്ടോ. മാ ഇങ്ങോട്ട് വരി, കമാൺ. ഇതിൻ്റെ പ്രൈസും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഈ സ്ക്രീനിൽ മെൻഷൻ ചെയ്യാം കേട്ടോ, നോക്കണം. വെറുതെ 1000 സംതിങ് അങ്ങനെ എന്തോ. ലൈറ്റ് കണ്ടു, ഇത് നോക്കി മാറ്റി തരാം. നോക്കി ഇപ്പൊ നോക്കി ഈ വെളിച്ചം ഇങ്ങനെ കൂട്ടിയും കുറച്ചൊക്കെ ഗൈസ്. അപ്പം ഞാൻ ഈ സാധനം ഫിറ്റ് ചെയ്തിട്ടോ. കണ്ട ഈ സാധനം ഇതിങ്ങനെ ഫിറ്റ് ചെയ്യുന്നതാണ്. ഇതിൻ്റെ ഉള്ളിലേക്ക് ഇറക്കിയിട്ട് ഈ സംഭവം വെച്ചിട്ട് ഇത് നമ്മളെ സെൽഫി അല്ല എന്താ പറയുക, ഫോണ് വെക്കുന്ന ആ സംഭവം അല്ലേ അതാ. അപ്പം അത് ഞാൻ വെച്ച് പഠിച്ചു. എനിക്ക് വയ്യ ഗൈസ്, ഞാൻ തന്നെ എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് പഠിച്ചു ഗൈസ്. അത്ര തന്നെ ഉള്ളൂ കേട്ടോ, കാരണം ഇതിൻ്റെ മേലെ ഇനി ലൈറ്റ് വെക്കാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ഗൈസ് ഇങ്ങനെയായിരുന്നു നമ്മൾ ലൈറ്റിൻ്റെ സെറ്റപ്പ് റെഡി ആക്കിയിട്ടുള്ളത് കേട്ടോ. ഇതേപോലെ കാർഡ്ബോർഡിൻ്റെ പീസ് വെച്ചിട്ട് ഇതേപോലെ കട്ടൊക്കെ ചെയ്തെടുത്തിട്ടേ നമ്മൾ ഇതേപോലൊരു സ്ക്വയർ ടൈപ്പിൽ ഇതേപോലെ ചെയ്തെടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ അലൂമിനിയം ഫോയിലൊക്കെ ഒട്ടിച്ചിട്ടൊക്കെയാണ് ലൈറ്റിൻ്റെ സെറ്റപ്പ് ആക്കിയെടുക്കുക കേട്ടോ. കണ്ടോ ഇതേപോലെ ആക്കിയെടുത്തിട്ടായിരുന്നു വീഡിയോ എടുത്തുകൊണ്ടിരുന്നത്. ഇനി നമുക്ക് അതിൻ്റെ ആവശ്യമില്ല ഗൈസ്. ഓക്കെ, അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോൾ പൊറോട്ടയും ബീഫും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കഴിച്ചിട്ട് കിടന്നുറങ്ങാമെന്നാണ് വിചാരിക്കുന്നത്, കാരണം അത്രത്തോളം ഇന്ന് മെനക്കെട്ടിട്ടുണ്ട്. രാവിലെ മുതലേ പണിയാണ്. പിന്നെ അതിനുശേഷം നമ്മൾ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംഭവം പരീക്ഷിച്ച്, പിന്നെ അതിനുശേഷം നമ്മുടെ വീഡിയോ എടുത്ത് നമ്മുടെ സാധനങ്ങളൊക്കെ വന്ന് അൺബോക്സ് ചെയ്ത് അങ്ങനെയൊക്കെ ആയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെന്ന് വിചാരിക്കുന്നു. ടാറ്റാ.